ഹലോ, അമ്പലത്തിൽ പോകാനായിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോട്ടെ, നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കാമേ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആർക്കും എന്നെ പരിചയം കാണില്ല, കാരണം ഞാൻ ഈ ഫീൽഡിൽ പുതിയ ആളാണ്. ഞാനൊരു ന്യൂ യൂട്യൂബറാണ്. അപ്പോൾ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പിന്നെ ഞാൻ എങ്ങനെ യൂട്യൂബിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. എൻ്റെ പേര് ആതിര, ഞാനൊരു ഇടുക്കിക്കാരിയാണ്. കറൻ്റ്ലി ഞാനിപ്പോൾ നാട്ടിലുണ്ട്. ശരിക്കും ഞാനൊരു പ്രവാസിയാണ്. വർക്ക് ചെയ്യുന്നത് UAE-യിലാണ്. ഇപ്പോൾ അവധിക്ക് വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നേക്കുവാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത് എൻ്റെ അമ്മ, ചേച്ചി, അനിയത്തി, പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ബിഗ് ബ്രദർ ഉണ്ട്, പിന്നെ 2 വാവകളും. ഇത്രയും പേര് ചേർന്നാണ് എൻ്റെ ഒരു ലോകം, എൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എങ്ങനെ യൂട്യൂബിലേക്ക് എത്തിയെന്ന് വെച്ചാൽ, കുറേ നാൾ കൊണ്ട് ഞാനും എൻ്റെ അനിയത്തിയും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നടക്കുന്നതാണ്. ഒരു 2020 മുതൽ, അതായത് കൊറോണ ടൈം മുതൽ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കുറേ കണ്ടൻറ്റൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്തു, നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. നമ്മുടെ കയ്യിൽ നല്ല ഫോണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടെ നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹത്തിന് പുറത്ത് അങ്ങനെയൊക്കെ കുറേ ചെയ്തു, എഡിറ്റൊക്കെ ചെയ്ത് നമ്മൾ വീഡിയോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ എന്തോ ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് മോട്ടിവേഷൻ, നമ്മുടെ വീഡിയോസിന് അത്ര ക്വാളിറ്റി ഇല്ല, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചിന്തകളൊക്കെ വന്ന് കുറേ ഇൻസെക്യൂരിറ്റീസൊക്കെ കാണുന്നു. നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല. പിന്നീട് ആ വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും നമ്മൾ രണ്ടുപേരും 2 വഴിക്കായി. അവൾ വീട്ടിൽ നിന്ന് പഠിക്കാനായിട്ട് പോയി, ഞാൻ വീട്ടിൽ നിന്ന് ജോലിക്കായിട്ട് പോയി. പിന്നെ പിന്നീടും ഇങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എന്തൊക്കെയോ കോൺഫിഡൻസ് കുറവ് കാരണം, ഫോണില്ല, പല കാര്യങ്ങളും ഇല്ല എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ കൊണ്ട് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തില്ല. ഫൈനലി 2026-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കറിയാം ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് ഞാൻ ചെയ്യുന്നതിലും. ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്. ഹലോ, അമ്പലത്തിൽ പോകാനായിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോട്ടെ, നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കാമേ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആർക്കും എന്നെ പരിചയം കാണില്ല, കാരണം ഞാൻ ഈ ഫീൽഡിൽ പുതിയ ആളാണ്. ഞാനൊരു ന്യൂ യൂട്യൂബറാണ്. അപ്പോൾ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പിന്നെ ഞാൻ എങ്ങനെ യൂട്യൂബിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. എൻ്റെ പേര് ആതിര, ഞാനൊരു ഇടുക്കിക്കാരിയാണ്. കറൻ്റ്ലി ഞാനിപ്പോൾ നാട്ടിലുണ്ട്. ശരിക്കും ഞാനൊരു പ്രവാസിയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് UAE-യിലാണ്. ഇപ്പോൾ അവധിക്ക് വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നേക്കുവാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത് എൻ്റെ അമ്മ, ചേച്ചി, അനിയത്തി, പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ബിഗ് ബ്രദർ ഉണ്ട്, പിന്നെ 2 വാവകളും. ഇത്രയും പേര് ചേർന്നാണ് എൻ്റെ ഒരു ലോകം, എൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എങ്ങനെ യൂട്യൂബിലേക്ക് എത്തിയെന്ന് വെച്ചാൽ, കുറേ നാൾ കൊണ്ട് ഞാനും എൻ്റെ അനിയത്തിയും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നടക്കുന്നതാണ്. ഒരു 2020 മുതൽ, അതായത് കൊറോണ ടൈം മുതൽ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കുറേ കണ്ടൻറ്റൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്തു, നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. നമ്മുടെ കയ്യിൽ നല്ല ഫോണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടെ നമ്മൾ